I'm going to discuss about classification of milling cutters used in the milling machine. See, milling cutters is multi-point cutting tool used in a milling machine. Milling cutters may have either a straight or helical teeth. Straight teeth are parallel to axis of rotation. Helix angle may be right hand or left hand. So milling machine use ചെയ്യുന്ന multi-point cutting tool ആണ് milling cutter എന്ന് പറയുന്നത്. See, milling cutter, they have either a straight teeth or a helical teeth. Straight teeth means teeth are parallel to axis of rotation, and helix angle may be right hand or left hand. Common type of milling cutters are plain milling cutter, side milling cutter, end milling cutter, metal slitting cutter, angle milling cutter, foam milling cutter, and T-slot milling cutter. സോ ഇത്രയാണ് കോമൺലി മില്ലിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്ന മില്ലിംഗ് കട്ടേഴ്സ്. പ്ലെയിൻ മില്ലിംഗ് കട്ടർ, സൈഡ് മില്ലിംഗ് കട്ടർ, എൻഡ് മില്ലിംഗ് കട്ടർ, മെറ്റൽ സ്ലിറ്റിംഗ് കട്ടർ, ആംഗിൾ മില്ലിംഗ് കട്ടർ, ഫോം മില്ലിംഗ് കട്ടർ, ടീ സ്ലോട്ട് മില്ലിംഗ് കട്ടർ. പ്ലെയിൻ മില്ലിംഗ് കട്ടർ. ഫസ്റ്റ് വൺ. പ്ലെയിൻ മില്ലിംഗ് കട്ടേഴ്സ് ആർ സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് ഹാവ് കട്ടിംഗ് ടീത്ത് ഓൺ പെരിഫറി. സി, പ്ലെയിൻ മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പാണ്. കട്ടിംഗ് ടീത്ത് എന്ന് പറയുന്നത് പെരിഫറൽ സർഫസിലായിരിക്കും. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. ദീസ് കട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഫ്ലാറ്റ് സർഫേസ് പാരലൽ ടു ദി റൊട്ടേഷൻ ഓഫ് ദി സ്പിൻഡിൽ. കട്ടിംഗ് ടീത്ത് മേ ബി സ്ട്രെയിറ്റ് ഓർ ഹെലിക്കൽ ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓഫ് ദി കട്ടർ. നോ ടീത്ത് ഓൺ ദ സൈഡ് സർഫേസ്. സോ പ്ലെയിൻ മില്ലിംഗ് കട്ടറിൻ്റെ കേസിൽ കട്ടിംഗ് ടീത്ത് എന്ന് പറയുന്നത് പെരിഫറൽ സർഫസിൽ മാത്രമേ ഉണ്ടാവൂ. ദേ ഹാവ് നോ കട്ടിംഗ് ടീത്ത് ഓൺ ദ സൈഡ്. ദേ ഹാവ് ഐദർ എ സ്ട്രെയിറ്റ് ടീത്ത് ഓർ ഹെലിക്കൽ ടീത്ത്. സി, കോമൺലി യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് സർഫസ് മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഫ്ലാറ്റ് സർഫസ് എന്ന് പറയുന്നത് പാരലൽ ടു ആക്സ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദി സ്പിൻഡിലായിരിക്കും. സെക്കൻഡ് വൺ ഇസ് എ സൈഡ് മില്ലിംഗ് കട്ടർ. Side milling cutters have teeth on its periphery and also one or both sides. These cutters are employed for removing metal from the side of a workpiece. They are usually provided with a central hole for mounting in an arbor. They are also called straddle mill when using as a pair. See, this is the figure of side milling cutter. So in the case of side milling cutter, they have teeth on its periphery and also one or both side. അപ്പോൾ സൈഡ് മില്ലിംഗ് കട്ടറിൻ്റെ കേസിലാണെങ്കിൽ ടീത്ത് എന്ന് പറയുന്നത് പെരിഫറൽ സൈഡിലും ഉണ്ടാവും, അതേപോലെ തന്നെ ഒന്നോ രണ്ടോ സൈഡ്സിലും ഉണ്ടാവും. പെരിഫറലിലും ഉണ്ടാവും, പെരിഫറിയിലും ടീത്ത് ഉണ്ടാവും, അതേപോലെ തന്നെ സൈഡ്സിലും ടീത്ത് ഉണ്ടാവും. സോ ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് വർക്ക് പീസിൻ്റെ സൈഡിൽ നിന്ന് മെറ്റലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് സ്ട്രാഡിൽ മില്ലിംഗ് കട്ടർ വെൻ ഇറ്റ് ഈസ് യൂസിങ് ആസ് എ പെയർ. ഇപ്പോൾ സ്ട്രാഡിൽ മില്ലിങ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ വേരിയസ് മില്ലിംഗ് ഓപ്പറേഷൻസ്. അപ്പോൾ സ്ട്രാഡിൽ മില്ലിംഗ് എല്ലായ്പ്പോഴും യൂസ് ചെയ്യുന്നത് സൈഡ് മില്ലിംഗ് കട്ടേഴ്സാണ്. ഓക്കെ, ദെൻ തേർഡ് വൺ ആണ് എൻഡ് മില്ലിംഗ് കട്ടർ. സി, എൻഡ് മില്ലിംഗ് കട്ടേഴ്സ് ഹാവ് ടീത്ത് ഓൺ ദ എൻഡ് ആസ് വെൽ ആസ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദി കട്ടർ. ഓക്കെ, ടീത്ത് ഓൺ സർക്കംഫറൻസ് മേ ബി സ്ട്രെയിറ്റ് ഓർ ഹെലിക്കൽ. These cutters are used for light milling operations such as cutting slot, profile milling, etc. See, this is the end milling cutter. So end milling cutterൻ്റെ കേസിൽ എൻഡ് മില്ലിംഗ് കട്ടേഴ്സിന് ടീത്ത് എന്ന് പറയുന്നത് സൈഡിലും ഉണ്ടാവും, അതേപോലെ തന്നെ എൻഡിലും ഉണ്ടാവും. അതായത് കട്ടിംഗ് ടീത്ത് ഈസ് ഇൻ ദി എൻഡ് ആസ് വെൽ ആസ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദി കട്ടർ. കട്ടിംഗ് ടീത്ത് എന്ന് പറയുന്നത് സർക്കംഫറൻസിലും ഉണ്ടാവും, അതേപോലെ തന്നെ എൻഡിലും ഉണ്ടാവും. അപ്പോൾ ഇതാണ് സർക്കംഫറൻസ്, ഇതാണ് ഈ പോർഷനാണ് എൻഡ് എന്ന് പറയുന്നത്. സോ ടീത്ത് ഓൺ ദ സർക്കംഫറൻസ് ദാറ്റ് മേ ബി സ്ട്രെയിറ്റ് ഓർ ഹെലിക്കൽ. അപ്പോൾ ഈ ഒരു ടീത്ത് എന്ന് പറയുന്നത് സർക്കംഫറൻസിലുള്ള ടീത്ത് എന്ന് പറയുന്നത് ഒന്നുകിൽ സ്ട്രെയിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഹെലിക്കൽ ആയിരിക്കും. സോ ഈ ഒരു എൻഡ് മില്ലിംഗ് കട്ടേഴ്സ് എല്ലാം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ലൈറ്റ് മില്ലിംഗ് ഓപ്പറേഷനാണ്. സ്ലോട്ട് മില്ല് ചെയ്യുക, പ്രൊഫൈൽ മില്ലിംഗ് എക്സെട്രയൊക്കെയാണ്.
Then fourth one is metal slitting saw. Metal slitting cutters are also called metal slitting jaws. They appear like a plane or a side milling cutter, but they are very small width. They are used for parting of operation and for slotting. See, metal slitting cutter commonly use ചെയ്യുന്നത് പാർട്ടിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ സ്ലോട്ടിംഗ് ഓപ്പറേഷൻ ആണ്. They will be appear like plain or side milling cutter, but the width is very small. That's the important characteristic of metal slitting cutter. The thickness or width is very small when comparing to other milling cutters. Okay, so this is the figure of metal slitting cutter. And the fifth one is angle milling cutter. See, in the case of angle milling cutter, they have sharp angular teeth. They are single angle and double angle cutter. Single angle cutter have only one conical surface. Double angle cutter have both conical surface. See, this is the figure of angular milling cutters. So angle milling cutters use ചെയ്യുന്നത് ആംഗിൾ ആയിട്ടുള്ള സർഫസുകൾ മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംഗിൾ മില്ലിംഗ് കട്ടർ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ അത് സിംഗിൾ ആംഗിൾ മില്ലിംഗ് കട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഡബിൾ ആംഗിൾ മില്ലിംഗ് കട്ടർ ആയിരിക്കും. സിംഗിൾ ആംഗിൾ മില്ലിംഗ് കട്ടറിന് ഹാവ് ഓൺലി വൺ കോണിക്കൽ സർഫസ്, ഒരു കോണിക്കൽ സർഫസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡബിൾ ആംഗിൾ മില്ലിംഗ് കട്ടറിന് രണ്ട് കോണിക്കൽ സർഫസ് ഉണ്ടാവും. ഓക്കെ, ദെൻ സിക്സ്ത് വൺ ഈസ് ഫോം മില്ലിംഗ് കട്ടർ. Foam milling cutters are used to cut required shape. The teeth of foam milling cutter have a special shape so that cutting edge are similar to the profile of the work. ഇപ്പോൾ ഫോം മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത് ഒരു റിക്വയർഡ് ഷേപ്പ് മില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോം മില്ലിംഗ് കട്ടർ യൂസ് ചെയ്യുന്നത്. സോ ഫോം മില്ലിംഗ് കട്ടറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏത് ഷേപ്പാണോ മില്ല് ചെയ്തെടുക്കേണ്ടത് ആ രീതിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതാണ് ഫോം മില്ലിംഗ് കട്ടർ. അതൊരു ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനാണ് യൂസ് ചെയ്തത്. ഇത് ആർബറാണ്. ആർബറിൻ്റെ മുകളിലാണ് ഫോം മില്ലിംഗ് കട്ടർ മൗണ്ട് ചെയ്തിരിക്കുന്നത്. Then the last one is T-slot milling cutter. T-slot milling cutters are special form of end mill for producing T-slots. Teeth are provided on the periphery as well as both side of the cutter. So T-slot milling cutter എന്ന് പറയുന്നത് T-slot മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് T-slot milling cutter യൂസ് ചെയ്യുന്നത്. ഒരു എൻഡ് മില്ലിംഗ് കട്ടറിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് T-slot milling cutter. സോ ടീത്ത് എന്ന് പറയുന്നത് സൈഡിലും കൊടുത്തിട്ടുണ്ടാവും, അതേപോലെ തന്നെ പെരിഫറൽ സർഫസിലും കൊടുത്തിട്ടുണ്ടാവും. സോ ഇത്രയാണ് മില്ലിംഗ് കട്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് 7 ക്ലാസിഫിക്കേഷനാണ് മില്ലിംഗ് കട്ടേഴ്സിനുള്ളത്. പ്ലെയിൻ മില്ലിംഗ് കട്ടർ, സൈഡ് മില്ലിംഗ് കട്ടർ, എൻഡ് മില്ലിംഗ് കട്ടർ, മെറ്റൽ സ്ലിറ്റിംഗ് കട്ടർ, ആംഗിൾ മില്ലിംഗ് കട്ടർ, ഫോം മില്ലിംഗ് കട്ടർ ആൻഡ് T-slot മില്ലിംഗ് കട്ടർ. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻ നോട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, മില്ലിംഗ് കട്ടേഴ്സിൻ്റെ എഴുതിയിട്ടുണ്ട്, ലെക്ചർ നോട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി ഡിസ്ക്രിപ്ഷൻ കുറച്ചും കൂടി കൂടുതലായതുകൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാറ്റി എഴുതിയ നോട്ടാണിത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ നോട്ടാണ് പഠിക്കേണ്ടത്. ടൈപ്സ് ഓഫ് മില്ലിംഗ് കട്ടറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് മാറ്റിയതാണ്. ഗൂഗിൾ ഡ്രൈവിൽ അറ്റാച്ച് ചെയ്യുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.